നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഭൂചലനം. ശനിയാഴ്ചയോടെയാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തി എന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഇന്ത്യൻ സമയം 4 മണിയോടെയാണ് ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ ആഴം 205 കിലോമീറ്റർ ആഴത്തിലായിരുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, ചൈനയിൽ ഭൂകമ്പമുണ്ടായി. മാത്രമല്ല തായ്വാനിൽ ഭൂകമ്പമുണ്ടായി. ചൈനയിലെ കിങ്ഹായ് പ്രവിശ്യയിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് വ്യാഴാഴ്ച അവിടെ ഉണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിൽ 38.39 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിലും 90.93 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണ് പ്രഭവ കേന്ദ്രം. ചൈനയുടെ അയൽരാജ്യമായ തായ്വാനിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംഭവിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് ചൈനയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതാ ദിവസങ്ങൾക്കിപ്പുറം പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടായിരിക്കുന്നു. തായ്വാനിൽ ഒരുപാട് പേർ മരിക്കാൻ കാരണമായ ഒരു ഭൂചലനമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു ഭൂചലനം തന്നെയായിരുന്നു തായ്വാനിൽ ഉണ്ടായത്. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അത്തരത്തിൽ വലിയൊരു ഭൂചലനമാണ് തായ്വാനിൽ ഉണ്ടായത്. ലോകം നടുങ്ങിയ ഒരു ഭൂചലനം തന്നെയായിരുന്നു അത്. തലസ്ഥാനമായ തായ്പേയ് സിറ്റിയിലായിരുന്നു ദുരന്ത വ്യാപ്തി കൂടുതലായിരുന്നത്. ജപ്പാന്റെ ചില ഇടങ്ങളിലും ഇതേ തുടർന്ന് ഭൂചലനം നേരിട്ടിരുന്നു. തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകളൊക്കെ മുന്നിലുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി വിതരണം നിലച്ചു. മണ്ണിടിച്ചിൽ ഭീതിയിൽ ഹൈവേകൾ അടച്ചിട്ടു. ഭൂകമ്പ ദൃശ്യങ്ങൾ മെട്രോ പാലം ഉൾപ്പെടെ കുലുങ്ങുന്നതും കെട്ടിടങ്ങൾ തകരുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ലോകം കണ്ടതാണ്. ഹൗലിയൻ സിറ്റിയിൽ നിന്ന് 18 കിലോമീറ്റർ തെക്ക് 34.8 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വിദ്യാലയങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചിട്ടിരുന്നു. എന്തായാലും തായ്വാനിൽ വരും മണിക്കൂറുകൾ തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1999 2400 പേരുടെ മരണത്തിനിടയാക്കിയ 7.6 തീവ്രതയുള്ള ഭൂചലനത്തിന് ശേഷം ഇത്ര ശക്തമായ പ്രകമ്പനം ആദ്യമായിട്ടാണ് ഉണ്ടായത്. നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. തായ്പേയ് സിറ്റിയിൽ പൊടിപടലം നിറഞ്ഞു. 7.4 തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലും സുനാമി മുന്നറിയിപ്പ് അടക്കം നിലനിന്നിരുന്നു. എന്തായാലും ആദ്യം തായ്വാനിൽ ഭൂചലനം ഉണ്ടാകുന്നു. അത് അടുപ്പിച്ച് പിറ്റേ ദിവസം ചൈനയിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.